സോ ഗുഡ് മോർണിംഗ്, നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്താലും ഏകദേശം ഒരു 8 to 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് നമുക്ക് കിട്ടും. ഗേറ്റ് എക്സാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 to 8 മാർക്സ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇലക്ട്രിക്കൽ മെഷർമെന്റ്സ് കവർ ആവുന്നത്. PSC എക്സാം, SSC, PSU അങ്ങനെയുള്ള എക്സാംസിനൊക്കെ ഏകദേശം 8 to 10 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സാധാരണഗതിയിൽ മെഷർമെന്റ്സിനകത്ത് ചോദിച്ചു കണ്ടുവരുന്നുണ്ട്. സോ മെഷർമെന്റ്സ് കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടും. സോ വളരെ കൂടുതലായിട്ടും ചോദിക്കുന്നത് നമ്മളുടെ തിയറി പരമായിട്ടുള്ള കാര്യങ്ങളാണ്. തിയറി വളരെ നല്ല സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണം, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള പ്രോബ്ലംസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്താ പറയാ, കുറെ കണ്ടീഷൻസ് ഉണ്ട്, കുറെ ഒബ്സർവേഷൻസ് ഉണ്ട്. സോ ഈ ഒബ്സർവേഷൻസ് എല്ലാം കോമ്പറ്റേറ്റീവ് എക്സാമിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പൊ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു മെഷർമെന്റ്സിന്റെ സിലബസ് നമുക്ക് നോക്കാം. ഏതൊക്കെ ഏരിയയിലാണ് എക്സ്പോസ്ഡ് ആവുന്ന കാര്യം നമുക്ക് നോക്കാം. കോമ്പറ്റേറ്റീവ് എക്സാം ബേസ് സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സിലബസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. Second one is characteristics of instruments. Then third portion is error analysis. Then fourth one is instruments like PMMI, PMMC, MI, like PMMC, permanent magnetic moving coil, moving iron type instruments, electrodynamo type instruments, EDM, etc. Then electrostatic AC voltmeter, then DC voltmeter, then thermal instruments. Then sixth one, power measurements. Then seventh one, what is this? Energy meter. Sorry, energy measurements. Then eighth one, power factor meter, potentiometer, Q meter, and frequency meter. And the ninth one is CT and PT, current transformer and potential transformer. And then 10th one, bridges, and 11th one, CRO. So ഈ ഒരു 11 ടോപ്പിക്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം ബേസിസിലുള്ള സിലബസ് കവർ ചെയ്ത് പോകുന്ന മെഷർമെന്റ്സിനകത്ത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു സിലബസിൽ നിന്ന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും നമ്മൾ നോക്കിയാൽ ഏറ്റവും കമ്പൽസറി ആയിട്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഇറർ അനാലിസിസ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറർ അനാലിസിസ് എന്തൊക്കെയായാലും നമുക്കൊരു 1 or 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. Then power measurements also very important. Then digital voltmeter also very important. Then CTPT important. Then bridges, or questions compulsory ആയിട്ട് bridges ചോദിച്ചിട്ടുണ്ടാവും. So this bridges also very important, and CRO is also important. So നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു സിലബസിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതല്ല, പക്ഷേ നല്ല വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നത് എറർ അനാലിസിസ് ഇമ്പോർട്ടൻ്റ് ആണ്, പവർ മെഷർമെന്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, CTPT, പിന്നെ ബ്രിഡ്ജസ്, അതൊക്കെ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതിനൊക്കെ എല്ലാ വർഷവും ഒരു മാറ്റവും ഇല്ലാതെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട്. സോ ഈ ഒരു പോയിന്റ് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, സോ ഇതാണ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. കുറച്ച് വാസ്റ്റ് ടോപ്പിക് ആണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മെഷർമെന്റ്സിനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ആദ്യം അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്താ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ? സോ വാട്ട് ഈസ് മീൻ ബൈ മെഷർമെന്റ്? വാട്ട് ഇസ് എ ഡെഫിനിഷൻ? നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്താ മെഷർമെന്റ്സ്? നമുക്ക് എന്തെങ്കിലും ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റും? മെഷർമെന്റ് നമുക്ക്
നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പറയാം. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഫിസിക്കൽ പാരാമീറ്റർ ഇൻടു എ മീനിങ്ഫുൾ നമ്പർ. മെഷർമെന്റ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പ്രോസസ് ഓഫ് conversion of physical parameter. It is a process of conversion of physical parameter into a meaningful number. അതായത് ഈ ഒരു ഇതിനെയാണ് നമ്മൾ മെഷർമെന്റ് പറയുന്നത്. പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഫിസിക്കൽ പാരാമീറ്റർ ഇൻടു എ മീനിങ്ഫുൾ നമ്പർ. ഇറ്റ് ഈസ് കോൾഡ് എ മെഷർമെന്റ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ പറയാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഓർ വി ക്യാൻ സേ ദാറ്റ് ഇങ്ങനെ പറയാൻ പറ്റും, ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് എന്തായിരിക്കും, കമ്പാരിസൺ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് എന്താണ്, അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, അല്ലെ, അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇറ്റ് ഇസ് പ്രോസസ് ഓഫ് എന്തായിരിക്കും, കമ്പാരിസൺ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. എന്തായിരിക്കും ഇപ്പൊ നമ്മൾ പറയുകയാണ്, ഇപ്പൊ നമ്മളൊരു മെഷർമെന്റ് എടുക്കുകയാണ്. ഇപ്പൊ ഇവിടെ നമുക്കൊരു 1 കിലോഗ്രാമിന്റെ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഇരിക്കുകയാണ്, അല്ലെ, 1 കിലോഗ്രാമിന്റെ സ്റ്റാൻഡേർഡ് വെയിറ്റ് ഇരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു ഷുഗർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ഷുഗർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, 1 കിലോഗ്രാം ഷുഗർ നമ്മൾ എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നത്, ഈ 1 കിലോഗ്രാം എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് കട്ടിയുടെ എന്തായിരിക്കും ഈ വെയിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കമ്പയർ ചെയ്യണം, അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷർമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് it is a process of comparison of unknown quantity. Here the unknown quantity is sugar with the standard quantity. Standard quantity is എന്തായിരിക്കും, നമ്മൾ ഈ 1 കിലോഗ്രാം സ്റ്റാൻഡേർഡ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഷുഗറിനെ ഈ 1 കിലോഗ്രാം സ്റ്റാൻഡേർഡ് വെയിറ്റ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും. വാട്ട് ഈസ് മെഷർമെന്റ്? കൺവേർഷൻ ഓഫ് ഫിസിക്കൽ പാരാമീറ്റർ ഇൻടു എ മീനിങ്ഫുൾ നമ്പർ. അപ്പം ഫിസിക്കൽ പാരാമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ബോർഡിന്റെ, അല്ലെങ്കിൽ നമ്മളൊരു വൈറ്റ് ബോർഡിന്റെ മെഷർമെന്റ് എടുക്കുകയാണ്. അപ്പൊ അത് നമുക്ക് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും, ഇപ്പം 10 അല്ലെങ്കിൽ 20 എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് 20 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, മില്ലിമീറ്റർ ആണോ, മീറ്റർ ആണോ, സെന്റിമീറ്റർ ആണോ? അപ്പം അതിനെയാണ് നമ്മൾ ഇപ്പൊ ആ 20 എന്ന് പറയുന്ന നമ്പറിനെ, ഓക്കെ, ഇതൊരു 20 മീറ്റർ ആണെങ്കിൽ, ഓക്കെ, അപ്പൊ എന്ന് പറയുന്നത് ആ 20 എന്ന് പറയുന്ന നമ്പറിനെ നമ്മളൊരു മീനിങ് ഫുൾ ആയിട്ട് മാറ്റണം. ആ ഒരു പാരാമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളൊരു മീനിങ് ഫുൾ നമ്പർ ആയിട്ട് മാറ്റുന്നതിന് നമ്മൾ മെഷർമെന്റ് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കമ്പാരിസൺ ഓഫ് അൺനോൺ ക്വാണ്ടിറ്റി വിത്ത് ദ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ഇതിനെ നമ്മൾ മെഷർമെന്റ് എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടൈപ്സ് ഓഫ് മെഷർമെന്റ് ആണ്. അവിടെ നമ്മൾ പോകുന്നത് ടൈപ്സ് ഓഫ് മെഷർമെന്റ് ആണ്. ടൈപ്സ് ഓഫ് മെഷർമെന്റ്. Types of measurement, one is direct method and second one is indirect method. Direct method and indirect method. This direct method is most accurate. Direct method is the more accurate. Direct method is more accurate. അപ്പോ ഇതിനാണ് നമ്മൾ എന്താ പറയുന്നത്, രണ്ട് തരത്തിലുള്ള മെഷർമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഡയറക്റ്റ് മെത്തഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തഡ്. അപ്പോ നമ്മൾ ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്, ഇത് നമ്മുടെ ബേസിക്. ഇപ്പൊ ഇവിടെ വരെ നമ്മുടെ ജനറൽ ഇൻട്രൊഡക്ഷൻ ബേസിക് ആണ്. നമ്മൾ അടുത്ത നമ്മൾ പോകുന്നത് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് പോവാണ്. ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് നോക്കിയാൽ ബേസ്ഡ് ഓൺ ദ മെത്തഡോളജി, ഫസ്റ്റ് കമ്പാരിസൺ, ബേസ്ഡ് ഓൺ ദ മെത്തഡോളജി, instruments are classified into one, എന്തായിരിക്കും, absolute instruments and secondary instruments. Based on the methodology, instruments are classified into two, absolute instruments and secondary instruments. So first classification ആണ് absolute instruments, ഇതായിരിക്കും secondary instruments. So then അടുത്ത നമ്മളുടെ കൺസെപ്റ്റിൽ നമ്മൾ പോകണം, എന്താണ് absolute instruments എന്ന് പറയുന്നത്. So what do you mean by absolute instruments? അല്ലെങ്കിൽ നമ്മൾ പോവാണ്. So absolute instruments, ഞാൻ മെയിൻ പോയിന്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ എഴുതി പോകുന്നുണ്ട് കേട്ടോ അതിനകത്ത്. കാര്യം ഇത് നമുക്ക് മെഷർമെന്റ്സ് അങ്ങനെയാണ്, കുറെ കാര്യങ്ങൾ നമുക്ക് എന്താ പറയാ, തിയറിപരമായിട്ടും കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട് അതിനകത്ത്. സോ നമുക്ക് പ്രോബ്ലംസ് മാത്രമല്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ നോട്ട്സ് നമുക്ക് എഴുതി പോയെങ്കിലേ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് പറയുമ്പോഴത്തേക്ക് എന്താ, ദാറ്റ് മെഷേഴ്സ് അൺനോൺ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ കോൺസ്റ്റന്റ്സ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ആ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അബ്സല്യൂട്ട് മെഷർമെന്റ്സ് പറയുമ്പോഴത്തേക്ക് എന്താ, ദാറ്റ് മെഷേഴ്സ്, അല്ലെ, ദാറ്റ് മെഷേഴ്സ് unknown quantity. Absolute instruments are those instruments that measures unknown quantity
in terms of physical constants of the instrument. In terms of physical constant of the instrument. In terms of physical constant of the instrument. ഇതിനാണ് നമ്മൾ absolute instruments പറയുന്നത്. അപ്പോൾ ഈ absolute instruments ന്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇതിന്റെ പ്രത്യേകത പറയുമ്പോഴത്തേക്ക് എന്താ? These absolute instruments are more accurate. These absolute instruments are more accurate. മൂന്നാമത്തെ പോയിന്റ് എന്തായിരിക്കും? More accurate. പിന്നെ എന്തായിരിക്കും? Absolute instruments are time consuming. Absolute the measurement using absolute instruments are എന്താണ്? Time consuming അല്ലേ? Measurement using absolute instruments are എന്താണ്? Absolute instruments are time consuming. Absolute instruments are time consuming. Then therefore absolute instruments are used in എവിടെ ആയിരിക്കും? Research and development. It is used in research and development. Okay. Then fifth one, it is used to calibrate the secondary instruments. It is used to calibrate the secondary instruments. See here point ortho vekka. ബാക്കി ഇതിന്റെ നോട്ട്സ് എല്ലാം ഞാൻ ആ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഗൈഡ് നോക്കിയാൽ മതി. ഞാൻ ഗൈഡ് ആൾറെഡി ആ ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഗൈഡിൽ നോക്കുക. ആ ഗൈഡിൽ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. സോ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് പറയുമ്പോഴത്തേക്ക് ദാറ്റ് മെഷേഴ്സ് ദ അൺനോൺ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ കോൺസ്റ്റന്റ്സ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്. ആ ഇൻസ്ട്രുമെന്റിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ടേംസിലായിരിക്കും നമ്മൾ ആ മെഷർമെന്റ് ക്വാണ്ടിറ്റി നമ്മൾ ഇത് മെഷർ ചെയ്യുന്നത് അല്ലെ. അടുത്തെന്തായിരിക്കും ഇത്? അത് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ആർ മോർ ആക്യുറേറ്റ്. പിന്നെ എന്തായിരിക്കും? മെഷർമെന്റ് യൂസിങ് ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ആർ ടൈം കൺസ്യൂമിങ്. അടുത്തായിരിക്കും therefore it is used in research and development. Then it is used to calibrate the secondary instruments. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമ്പിൾസ് ഓഫ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ്. എക്സാമ്പിൾ ഓഫ് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എന്തായിരിക്കും? ഫസ്റ്റ് എക്സാമ്പിൾ ഇറ്റ് ഈസ് ടാൻജന്റ് ഗാൽവനോമീറ്റർ. ടാൻജന്റ് ഗാൽവനോമീറ്റർ. Then example of absolute instruments in example ആണ്. First one is tangent galvanometer. രണ്ടാമത്തെ എന്താണ്? Rayleigh's current meter. Rayleigh's REILEIGHS. Rayleigh's current meter. Rayleigh's current meter. Then third one is absolute electrometer. Third one is absolute electrometer. Absolute electrometer. And fourth one is Lorentz-Force method. And fourth one is Lorentz-Force method. So ഈ 4 ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മുടെ അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത്. ഈ എക്സെപ്റ്റ് ദിസ് 4 ജസ്റ്റ് ഓൾ ഇൻസ്ട്രുമെന്റ്സ് ആർ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഓർത്ത് വെക്കുക, ടാൻജന്റ് ഗാൽവനോമീറ്റർ, റെയ്ലീസ് കറന്റ് മീറ്റർ, അബ്സല്യൂട്ട് ഇലക്ട്രോമീറ്റർ, then Lorentz-Force method. These 4 are only absolute instruments. All the instruments except these 4 are comes under secondary type instruments. ഓർത്ത് വെക്കുക. ഈ ടാൻജന്റ് ഗാൽവനോമീറ്റർ എന്തിനായിരിക്കും മെഷർ ചെയ്യുന്നത്? ഇത് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? It is used for the measurement of voltage and current. It is used for the measurement of voltage and current. Rayleigh's current meter എന്തായിരിക്കും? It is used for the measurement of current. Absolute electrometer is used for the measurement of voltage, and Lorentz-Force method is used for the measurement of ഏതാണ്? കറണ്ട് അല്ല, ലോറൻസ് കറണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെക്കരുത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഓർത്ത് വെക്കുക, എക്സെപ്റ്റ് ദിസ് ഇൻസ്ട്രുമെന്റ്സ്, എക്സെപ്റ്റ് ദിസ് ഫോർ റെസ്റ്റ് ഓൾ ഇൻസ്ട്രുമെന്റ്സ് ആർ സെക്കൻഡറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ ഇതിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന്, പ്രത്യേകിച്ച് ഡിപ്ലോമ ബേസ്ഡ് എക്സാംസിന് എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഒരു 1-2 ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഇങ്ങനെയാണ് ചോദ്യം കൊടുത്തിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആർ മോർ ആക്യുറേറ്റ്? ക്വസ്റ്റ്യൻ സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സാമ്പിൾ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആർ മോർ ആക്യുറേറ്റ്? Which of the following instruments are more accurate? More accurate. Option A, PMMC. Option B, potentiometer. Option B, potentiometer. Option C, thermocouple voltmeter. Thermocouple voltmeter. And option D,
ടാൻജന്റ് ഗാൽവനോമീറ്റർ. ടാൻജന്റ് ഗാൽവനോമീറ്റർ. സോ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആർ മോർ ആക്യുറേറ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രോപ്പർട്ടി പറഞ്ഞാൽ പഠിച്ചു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും എന്ത് പറയുന്നത്, ആക്യുറസി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻസ്ട്രുമെന്റ് ടു ബി മോർ ആക്യുറേറ്റ് ഷുഡ് ബി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്. അപ്പൊ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയിൽ എന്തുണ്ടെന്ന് നോക്കുക, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് ഉണ്ടോ നോക്കുക. PMMC സെക്കൻഡറി ആണ്, പൊട്ടൻഷ്യോമീറ്റർ സെക്കൻഡറി ആണ്, തെർമോകപ്പിൾ വോൾട്ട്മീറ്റർ സെക്കൻഡറി ആണ്, ടാൻജന്റ് ഗാൽവനോമീറ്റർ ആണ് നമ്മുടെ അബ്സല്യൂട്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്. നമ്മൾ പഠിച്ചു അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റിന്റെ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും, ദി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് ആർ മോർ ആക്യുറേറ്റ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ സെയിം തന്നെ, ഇതൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്, PSC തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following is absolute instruments? Which of the following is absolute instruments? Which of the following is absolute instruments? Option A, thermocouple voltmeter. Option A, thermocouple voltmeter. Option B, wattmeter. Option C, voltmeter. Option D, Rayleigh's current meter. നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് പറയുമ്പോഴത്തേക്ക് 4 മാത്രമേ ഉള്ളൂ. ഒന്നെന്താ ടാൻജന്റ് ഗാൽവനോമീറ്റർ അല്ലെ, പിന്നെന്തായിരിക്കും റേഡിയസ് കറന്റ് മീറ്റർ, പിന്നെന്തായിരിക്കും ലോറൻസ് ഫോഴ്സ് മീറ്റർ, പിന്നെ നമ്മൾ പഠിച്ച ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ അല്ലെ, ഇലക്ട്രോസ്റ്റാറ്റിക് വോൾട്ട്മീറ്റർ. ഈ 4 മാത്രമേ ഉള്ളൂ എന്ത് പറയുന്നത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത്. റെസ്റ്റ് ഓൾ ആർ സെക്കൻഡറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. therefore the answer is എന്തായിരിക്കും, റേഡിയസ് കറന്റ് മീറ്റർ is the absolute type instruments. അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അകത്ത് ചിലപ്പോൾ ഐഡന്റിഫൈ ദ ഓഡ് പണ്ടെന്ന് ചോദിച്ചിട്ട് 4 മീറ്റേഴ്സ് തന്നിട്ട് ഒരു അബ്സല്യൂട്ട് മീറ്റർ തന്നിട്ടുണ്ടാവും, അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് തന്നിട്ടുണ്ടാവും, ബാക്കിയുള്ള സെക്കൻഡ് ഇൻസ്ട്രുമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. എന്തായിരിക്കും അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ് എന്ന് മനസ്സിലാക്കുക. ദാറ്റ് മീൻസ് ആക്യുറസി കൂടുതലായിരിക്കും, ടൈം കൺസ്യൂമിംഗ് ആണ്, അതിന് റിസർച്ച് ആൻഡ് അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്സ് ആർ യൂസ്ഡ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും അബ്സല്യൂട്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ചോദിക്കുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് മെഷർമെന്റ്സ് ടോപ്പിക്. Okay, so based upon the methodology ആണ് നമ്മൾ പഠിച്ചത്. Based upon the methodology, instruments are classified into two. എന്തൊക്കെയായിരിക്കും, absolute type instruments and secondary type instruments. അതിനകത്ത് നമ്മൾ absolute type instruments നെ പറ്റിയാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്ന മെത്തഡോളജിയുടെ സെക്കൻഡ് പാർട്ടാണ് secondary type instruments അല്ലെ. Next is secondary type instruments. Secondary instruments. Secondary instruments. Secondary instruments. അതായിരിക്കും secondary instruments that measures unknown quantity directly in terms of parameters under measurement. That measures unknown quantity അല്ലെ. നമ്മൾ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് വഴി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ PMMC ഒക്കെ പഠിക്കുമ്പോഴത്തെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഇത് ഓർത്ത് വയ്ക്കുക, ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. നമ്മൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു പോയിന്റ് കൂടുതൽ സ്പെസിഫൈ ചെയ്തിട്ട് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. That measures the unknown quantity അല്ലെ. That measures the unknown quantity directly. That measures the unknown quantity directly in terms of parameters under measurement. But absolute type instruments എന്തായിരിക്കും, അതെങ്ങനെ മെഷർ that measures depend upon that measures in terms of physical constant of the instruments. ഇവിടെ എന്തായിരിക്കും in terms of parameters under measurement. For example, നമ്മുടെ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ് ആണ് ആ മീറ്റർ വെച്ചിട്ട് കറണ്ട് മെഷർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആംസിലായിരിക്കും നമുക്ക് കിട്ടും അല്ലെ, ആംസ്, വോൾട്ടേ ആണെങ്കിൽ വോൾട്ട് മീറ്റർ. അപ്പൊ എന്തായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്ന പാരാമീറ്റേഴ്സിന്റെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്, നമുക്ക് റീഡിങ് കിട്ടുന്നത് അല്ലെ. That measures the unknown quantity directly in terms of parameters under measurement. പക്ഷേ നമ്മൾ ഈ അബ്സല്യൂട്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ എന്നുള്ള പ്രത്യേകം പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് അബ്സല്യൂട്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർമെന്റ് നടത്തിയ ശേഷം പിന്നെ നമ്മൾ ഫോർമുല ഡെവലപ്പ് ചെയ്ത് ആ ഫോർമുലയിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് കറക്റ്റ് ആക്ച്വൽ റീഡിംഗ് കിട്ടുന്നത്. അതാണ് അവിടെ ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുന്നത്. പക്ഷേ സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സിന്റെ പ്രത്യേകം പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, സെക്കൻഡറി ഇൻസ്ട്രുമെന്റ്സ് പറയുമ്പോഴത്തേക്ക് ദാറ്റ് മെഷേഴ്സ് അൺനോൺ ക്വാണ്ടിറ്റി ഡയറക്ട്ലി ഇൻ ടേംസ് ഓഫ് മെഷർമെന്റ്, ഇൻ ടേംസ് ഓഫ് പാരാമീറ്റേഴ്സ് അണ്ടർ മെഷർമെന്റ്. വോൾട്ട്മീറ്റർ കൊണ്ടുവന്നിട്ട് നമ്മളോട് സർക്യൂട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ടിന്റെ
കറണ്ട് വോൾട്ടേജ് എത്രയാണോ അത് മെഷർ ചെയ്യും. അത് എങ്ങനെയായിരിക്കും മെഷർ ചെയ്യുന്നത്? വോൾട്ട് മീറ്റർ വോൾട്ടേജ് ആയിട്ട് തന്നെ ആയിരിക്കും മെഷർ ചെയ്യുന്നത് അല്ലെ. കറണ്ടിന് എങ്ങനെ ആയിരിക്കും? ആംബിയേഴ്സ് ആയിട്ടായിരിക്കും മെഷർ ചെയ്യുന്നത്. മീൻസ് എന്താണോ മെഷർ ചെയ്യാനുള്ള പാരാമീറ്റേഴ്സ് അതിന്റെ ടേംസ് തന്നെ ആയിരിക്കും മെഷർമെന്റ് നടക്കുന്നത്. പിന്നെ അടുത്തെന്തായിരിക്കും? ആക്യുറസി കൂടുതൽ ആർക്കാ? ആബ്സല്യൂട്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് അല്ലേ. therefore it is less accurate. So secondary type instruments are less accurate. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാം? which of the following instruments are less accurate എന്ന് വെച്ച് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ് എടുത്ത് മാറ്റി കളയുക, അതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്തായിരിക്കും? ഇറ്റ് ഈസ് ലെസ് ടൈം കൺസ്യൂമിങ് അല്ലെ. ഇവിടെ ഫോമിൽ ഒന്നും വേണം, ഡയറക്റ്റ് മീറ്റർ ആയിരിക്കും നമുക്ക് മെഷർമെന്റ് തരുന്നത് അല്ലെ. ലെസ് ടൈം കൺസ്യൂമിങ്. ഇറ്റ് ഈസ് ലെസ് ടൈം കൺസ്യൂമിങ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത്. സോ നമ്മൾ ബേസ്ഡ് ഓൺ ദ മെത്തഡോളജി എന്താണ്? പ്രൈമറി അബ്സല്യൂട്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് സെക്കൻഡറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. Then except these four, except for absolute type instruments, all instruments are എന്തായിരിക്കും? സെക്കൻഡറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ്. എക്സാമ്പിൾ എന്താ? വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ എക്സെട്ര അല്ലെ. എക്സാമ്പിൾ വോൾട്ട് മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ എക്സെട്ര. ഓക്കെ. Then അടുത്ത ക്ലാസിഫിക്കേഷൻ പറഞ്ഞാല് based on the end of measurement. ഇനി അബ്സല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ പരിപാടി കഴിഞ്ഞു. നമ്മൾ ഇനി പറയാൻ പോകുന്നതല്ല, നമ്മൾ പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുന്ന, നമ്മുടെ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന സെക്കൻഡറി ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഇനി പറയാൻ പോകുന്നതായിരിക്കും ഈ ബേസ്ഡ് ഓൺ ദ എൻഡ് ഓഫ് മെഷർമെന്റ്. നെക്സ്റ്റ് ഹെഡിങ് ആണ് ബേസ്ഡ് ഓൺ ദ എൻഡ് ഓഫ് മെഷർമെന്റ്. ബേസ്ഡ് ഓൺ ദ എൻഡ് ഓഫ് മെഷർമെന്റ്. Based on the end of measurement, secondary instruments ആണ് കേട്ടോ. Secondary instruments are classified into based upon the end of its measurements. The secondary instruments are classified into first one deflecting type, and second one null type instruments. Null type instruments, diffraction type and null type instruments. അത് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? വാട്ട് ഈസ് ഡിഫറെന്റ് ടൈപ്പ്? ഡിഫറെന്റ് ടൈപ്പ് മീൻസ് ഫസ്റ്റ് ഞാൻ എഴുതാം കേട്ടോ. ഡിഫറെന്റ് ടൈപ്പ് മീൻസ് എന്തായിരിക്കും? that measures unknown quantity based on the deflection of the pointer from zero അല്ലെ. സാധാരണ നമ്മൾ വോൾട്ട് മീറ്റർ കണ്ടിട്ടില്ലേ? ഒരു വോൾട്ട് ഇതായിരിക്കും. സീറോ എന്ന് പറഞ്ഞ പോയിന്റ് നിന്നുള്ള ഡിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടുത്തെ മെഷർമെന്റ് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ 230 ഇതിപ്പോ സീറോ ഇരിക്കുകയാണ്. നമ്മൾ സർക്യൂട്ട് കൊണ്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? ഈ മീഡിയത്തിൽ അങ്ങോട്ട് പോകും, പോയിന്റർ അങ്ങോട്ട് പോകും, 230 വോൾട്ടിലേക്ക് പോകും. ദാറ്റ് മീൻസ് therefore അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ആ സർക്യൂട്ടിന്റെ വോൾട്ടേജ് എത്ര? 230 വോൾട്ട്. അപ്പൊ അതാണ് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണ്. എന്തായിരിക്കും? മെഷേഴ്സ് അൺനോൺ ക്വാണ്ടിറ്റി ബേസ്ഡ് ഓൺ ദ ഡിഫ്ലക്ഷൻ ഓഫ് ദ പോയിന്റ് അല്ലെ. മെഷേഴ്സ് unknown quantity based on deflection of the pointer. Based on the deflection of pointer. Deflection of pointer. And deflection type instruments എന്ന് പറയുന്നത്. അപ്പൊ ഈ പോയിന്റിന്റെ മൂവ്മെന്റ് വെച്ചിട്ട് എന്താവും? ഈ പോയിന്റർ 0 നിന്ന് 230 ഇടയ്ക്ക് മൂവ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഈ പോയിന്റിന്റെ മൂവ്മെന്റ് വേണമെങ്കിൽ ഇത് എന്തായിരിക്കും? there should be power consumption of the pointer movement, therefore it is less accurate അല്ലെ. since the power consumption since there is power consumption for അല്ലെ, power consumption for pointer movement, it is less accurate. അടുത്തതായിരിക്കും വരിക നൾ ടൈപ്പ് അല്ലെ. നൾ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. ഇറ്റ് ഈസ് നൾ ടൈപ്പ്. എന്താണ് നൾ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ദാറ്റ് മെഷേഴ്സ് അൺനോൺ ക്വാണ്ടിറ്റി ബേസ്ഡ് ഓൺ നൾ ഡിഫ്ലക്ഷൻ. നൾ ഡിഫ്ലക്ഷൻ പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ. നമ്മള് പൊട്ടൻഷ്യോമീറ്റർ AC ബ്രിഡ്ജസ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അറിയത്തില്ല എവിടെയായിരിക്കും ഇത് സീറോ. ഈ സീറോ എത്തുമ്പോഴത്തേക്ക് ആയിരിക്കും ബാലൻസിങ് ആയെന്ന് പറയുന്നത് അല്ലെ. അപ്പോഴത്തേക്ക് എന്തായിരിക്കും? ഇറ്റ് മെഷേഴ്സ് അൺനോൺ ക്വാണ്ടിറ്റി ബേസ്ഡ് ഓൺ നൾ ഓർ സീറോ ഡിഫ്ലക്ഷൻ. മെഷേഴ്സ് unknown quantity based on zero or null deflection. Okay, just ഒന്ന് ഓർത്ത് വയ്ക്കുക ഈ ഒരു പോയിന്റ് ഒക്കെ. ഓക്കെ,
The next classification. So now based on the end of measurements, second instruments are classified diffraction type and null diffraction type. Sorry, and null type. Then next is indicating type instruments. Other classification indicating type instruments. Next classification, indicating type instruments. Indicating type instruments. This is very important. Another question. Indicating type instruments that measures instantaneous value. That measures instantaneous value of parameters under measurement. Now, indicating type instruments definition that measures instantaneous value of parameter. Instantaneous value of parameter. Value of parameter under measurement. Under measurement. Now, example PMMC and permanent magnet moving coil and moving hand type instruments. Moving hand type instruments the AC measurement are used. Therefore, in the moving hand type instruments is measuring value. It is RMS value. It is RMS value. PMMC it is average value. It is average. PMMC meter measures which value? Average value. Diploma based exams question. PMMC instruments average value, a moving instruments measure RMS value. Detail class session PMMC average value the moving moving instruments RMS value. PMMC DC measurement MI moving and alternating measurement. Then other classification recording type instruments. Next classification is recording type of instruments. Recording type of instruments. Record definition that records. Recording type instruments records present and past values for some time intervals. Records present and past values of measurement. And past values for some time. For some type intervals. That measures present and past value for some time measure intervals. Other recording provision. For example, example XY recorder. Recording type instrument XY recorder and is ECG. ECG ECG സാധാരണ integrating type instruments it is recording type instruments ECG XY recorder ECG ആണ് നമ്മൾ recording type instruments അത് ചോദിച്ചിട്ടുള്ളതാണ് ഓർത്ത് വയ്ക്കുക. Okay. Then integrating type instruments. അറിയാലോ നമുക്ക് നമ്മളെ എനർജി മീറ്റർ ഇതും 2014 എക്സാമിന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2014 ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് integrating type instruments. Integrating type instruments. Integrated type instruments. Which measures, which measures sum or total of electrical parameters or total of electrical parameters consumed by the circuit over a specified time interval. Consumed by the circuit. Consumed by the circuit over time interval. Integrated type instruments example energy meter. Example of the energy meter
or whatever meter. Or whatever meter. ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. എനർജി മീറ്റർ ടൈപ്പ് എന്ത് ഇൻസ്ട്രുമെന്റ്സ് ആണ് ചോദിക്കും. ഇറ്റ് ഈസ് എ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് അല്ലേ. കാര്യം എന്താ, സമ്മായിട്ട് സമ്മേഷൻ അല്ലേ, ആഡ് ആയിട്ട് വരില്ല. അതാണ് ഇന്റഗ്രേറ്റ് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ്, ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സിന്റെ കാറ്റഗറി നമ്മൾ പറയാൻ കഴിയാണ്. സോ ഇത് ചോദിക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ, അബ്സൊല്യൂട്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് ഏതാണെന്ന് ചോദിക്കാം. അബ്സൊല്യൂട്ട് ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് പ്രത്യേകം എന്താ ചോദിക്കാം, അതിന്റെ എക്സാമ്പിൾ ചോദിക്കാം. Which of the following instruments is accurate? Which of the following instruments is used for the calibration? അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓർത്ത് വയ്ക്കുക. ഇന്റഗ്രൽ ടൈപ്പ് ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. XY റെക്കോർഡർ എന്താണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. അത് ഏത് ടൈപ്പ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. സോ ഇതാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് പറയുന്നത്. പിന്നെ എന്താണ് അബ്സൊല്യൂട്ട് ഇൻസ്ട്രുമെന്റ്സ്, അതിന്റെ പ്രത്യേകത എന്തായിരിക്കും, അതിന്റെ എക്സാമ്പിൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സെഷൻ നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിയറി പാർട്ടാണ്. അതാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് ചെയ്തിട്ട് പോണ്ടി വരുന്നത്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ അതിന്റെ നോട്ട്സ് എല്ലാം ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.